നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. കേരളം പിടിക്കാൻ കൃത്യമായ പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറാക്കിയിരിക്കുകയാണ് കോൺഗ്രസ്. വയനാട്ടിൽ തുടരുന്ന കോൺഗ്രസ് ശില്പശാല ലക്ഷ്യ 2026 നിന്നും നിർണായക തീരുമാനങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കോൺഗ്രസിന്റെ പ്ലാനും പദ്ധതികളും ഒക്കെ തകർക്കാൻ അല്ലെങ്കിൽ നേരിടാൻ എന്തൊക്കെ തന്ത്രങ്ങളാകും LDFും NDAയും മെനയുക എന്നതാണ് ഇനി കാത്തിരുന്ന് കണ്ടത്. വിശദമായ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ആദ്യം തലക്കെട്ടുകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് 6 ആഴ്ചത്തെ സമയം അനുവദിച്ചു ഹൈക്കോടതി. കേസ് ഈ മാസം 19 പരിഗണിക്കും. അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ചു കോടതി. ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ബോർഡ് അംഗം എന്ന നിലയിൽ കൊള്ളയിൽ ഉത്തരവാദിത്വമെന്ന് കോടതി. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യം നിഷേധിച്ച് സുപ്രീം കോടതി. പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്നും കോടതി. മറ്റ് 5 പ്രതികൾക്ക് ജാമ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല നൽകാൻ KPCC നേതൃക്യാമ്പിൽ തീരുമാനം. തിരഞ്ഞെടുപ്പിന് മുൻപ് KPCC പുനഃസംഘടനയുണ്ടാകില്ല. UDFന് അനുകൂല സാഹചര്യമെന്നും 90-ലേറെ സീറ്റ് നേടി അധികാരത്തിലെത്താനാകുമെന്നും സുനിൽ കനഗുലു. NSS നേതൃത്വത്തിനെതിരെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിച്ചില്ലെന്ന് ഗവർണർ. മന്നത്ത് സ്മാരകം എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതെന്നും ഒരാൾക്ക് മാത്രമാണോ കുത്തകാവകാശമെന്നും ആനന്ദബോസ്. ആരോപണം തള്ളി NSS. തിരുവനന്തപുരത്ത് മേയറാക്കാമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ഉറപ്പിന്മേലാണ് മത്സരിച്ചതെന്ന് R ശ്രീലേഖ. മേയറാക്കാത്തതിൽ നീരസമില്ല. നേതൃത്വമെടുത്ത തീരുമാനം അംഗീകരിക്കുന്നുവെന്നും രാജേഷിന് പിന്തുണയെന്നും ശ്രീലേഖയുടെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് VV രാജേഷ്. മെക്സിക്കോ, ക്യൂബ, കൊളംബിയ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മയക്കുമരുന്ന് നിർമ്മാണവും കടത്തും തടഞ്ഞില്ലെങ്കിൽ വെനസ്വേലയ്ക്ക് സമാനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് ട്രംപ്. വേണ്ടിവന്നാൽ കൊളംബിയ ആക്രമിക്കുമെന്നും ഭീഷണി. ക്യൂബ സ്വയം തകരുമെന്ന് ട്രംപ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് കൂടുതൽ സമയം അനുവദിച്ചു ഹൈക്കോടതി. 6 ആഴ്ച കൂടിയാണ് സമയം അനുവദിച്ചത്. ഈ മാസം 19 SIT ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കും. അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി അറിയിച്ചു. ആവശ്യമെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ടീമിൽ ഉൾപ്പെടുത്താൻ SP-ക്ക് അനുമതിയും നൽകി. അഡ്വക്കേറ്റ് രാജേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാജേഷ്, SITക്ക് കൂടുതൽ സമയം അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. എടുത്തു പറയേണ്ടത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കോടതി തൃപ്തി അറിയിച്ചിരിക്കുന്നു എന്നതിനെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ തവണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ മെല്ലെപ്പോക്കിലേക്കടക്കം കോടതി ഒരു സംശയം കൂടി ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ 6 ആഴ്ച കൂടി സമയം അനുവദിച്ചിരിക്കുന്നു. സ്വപ്ന, അതിൽ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. ഈ മെല്ലെപ്പോക്ക് പറഞ്ഞത് ഈ ഡിവിഷൻ ബെഞ്ച് അല്ല, അത് ജാമ്യം അനുവദിച്ച ജഡ്ജ്മെന്റിലാണ്. അങ്ങനെ മെല്ലെപ്പോക്കിന്റെ കാര്യമല്ല. മറ്റ് 2 സിംഗിൾ ബെഞ്ചുകളാണ് അങ്ങനത്തെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. ഇപ്പോൾ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും അന്വേഷണ സംഘത്തെ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുന്ന ഹൈക്കോടതി ദേവസ്വം ഡിവിഷൻ ബെഞ്ചാണ്. ഈ ഡിവിഷൻ ബെഞ്ച് ഇന്ന് വരെ ഈ പറയുന്ന 3 റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ 4 റിപ്പോർട്ടുകൾ അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുമ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ വിമർശനം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്റെ ഏതെങ്കിലും പോരായ്മ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതി നേരിട്ടാണ് അന്വേഷണ സംഘത്തെ അറിയിക്കുന്നത്. അത് രഹസ്യമായ കൂടിക്കാഴ്ചയുമാണ്, മറ്റുള്ളവരെ അനുവദിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഡിവിഷൻ ബെഞ്ചിന് ഈ അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ച് തുടർന്ന് എന്ത് ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഡിവിഷൻ ബെഞ്ച് നൽകിക്കൊണ്ടിരിക്കുന്നത് അന്വേഷണ സംഘത്തിന്. അപ്പോൾ അന്വേഷണത്തെ വ്യാപ്തി മറ്റു സ്ഥലങ്ങളിലേക്കും വ്യാപിക്കേണ്ടി വരും എന്നുള്ള സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അന്വേഷണം കൂടുതൽ വിപുലമാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ അംഗങ്ങളെ അതിലേക്ക് നിയോഗിക്കുവാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. അപ്പോൾ എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ അതിനെ അന്വേഷിക്കാൻ, അന്വേഷണത്തിന് സഹായകരമാകുന്ന എത്ര ഉദ്യോഗസ്ഥരെ വേണം എന്നുള്ളത് അന്വേഷണ സംഘത്തിന് തീരുമാനിക്കാം. കോടതിയുടെ അനുമതി നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അന്വേഷണ സംഘം ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്ന വഴി അത് ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടി തന്നെ, ഡിവിഷൻ ബെഞ്ചിന്റെ അംഗീകാരത്തോടു കൂടി നിർദ്ദേശാനുസരണം തന്നെയാണ് എന്നുള്ളതാണ്.
ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നൊരു ഉത്തരവ്, ഇതിന്റെ ഒരു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് തിരുത്താൻ പോയിട്ട് സുപ്രീം കോടതിയും ഇതിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരുപക്ഷെ നാളെ അറസ്റ്റ് ചെയ്തേക്കാം. അങ്ങനെ അതിനുള്ള സാധ്യതയുമുണ്ട്. കാരണം സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഇതിൽ ശങ്കർദാസിനും ഇതിനകത്ത് കൂട്ടുത്തരവാദിത്തമുണ്ട്. അത് തന്നെയാണ് സിംഗിൾ ബെഞ്ചും പറഞ്ഞത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ കടന്നു വന്നേക്കാം എന്നുകൂടി ഇപ്പോൾ ഊഹിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം കൂടുതൽ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണ സംഘത്തിന് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. CBI അന്വേഷണത്തിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ അത് ആ സമയത്ത് ആ ഹർജിയിൽ ഹൈക്കോടതി തീരുമാനമെടുത്തേക്കാം. ഇതാണ് ഇപ്പോഴത്തെ നിലപാട്. ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങളാണ് അഡ്വക്കേറ്റ് രാജേഷ് നൽകിയത്. 6 ആഴ്ച കൂടി സമയം അനുവദിച്ചു. ഇടക്കാല റിപ്പോർട്ട് 19-ന് സമർപ്പിക്കണം. ഒപ്പം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യത്തിൽ ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തി അറിയിച്ചിരിക്കുകയാണ്. സമാനമായി ഇന്നിപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട്. ശബരിമല സ്വർണ്ണ കേസിൽ ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കർദാസിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ശങ്കർദാസിന്റെ ഹർജി തള്ളി. നേരത്തെ തന്നെ കോടതി നിരീക്ഷിച്ചിരുന്നു കൂട്ടുത്തരവാദിത്തം, ബോർഡ് അംഗം എന്ന നിലയിൽ കൂട്ടുത്തരവാദിത്തം ഉണ്ട് എന്ന കോടതിയുടെ നിരീക്ഷണം ുണ്ട്. ഇപ്പോൾ ഈ ഹർജി തള്ളിയൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ശങ്കർദാസിന്റെ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുമോ? സ്വപ്ന, തീർച്ചയായും ആ രീതിയിലേക്ക് സാഹചര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഹൈക്കോടതി നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്ന ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതായത് എന്തുകൊണ്ടാണ് 2019 ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഈ സ്വർണ്ണക്കളുടെ പ്രധാനപ്പെട്ട അന്വേഷണം പോകുന്നത്. സ്വർണം പൂശിയ ചെമ്പുപാളി എന്നതിന് പകരം പത്മകുമാർ ചെമ്പുപാളി എന്ന് മാത്രം തിരുത്തി എഴുതി. അതേ സമയത്ത് തന്നെയാണ് ബോർഡ് അംഗങ്ങളായി ശങ്കർദാസും അതുപോലെ തന്നെ N വിജയകുമാറും ഉണ്ടായിരുന്നത്. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയാണ് ഒരാൾക്ക് മാത്രമായി അതിന്റെ ഉത്തരവാദിത്തം വരുന്നത്? കൂട്ടുത്തരവാദിത്തം വേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ പരാമർശമാണ് എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തില്ല എന്ന ചോദ്യം കൂടി അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ ശങ്കർദാസ് എത്തിയത്. പക്ഷേ ശങ്കർദാസിന് ഇക്കാര്യത്തിൽ തിരിച്ചടി ഉണ്ടാകുന്ന നടപടി തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് വലിയ ഉത്തരവാദിത്തം ഈ ബോർഡ് അംഗം എന്നതിൽ തന്നെ ശങ്കർദാസിന് ഉണ്ട് എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അടങ്ങുന്ന ബെഞ്ച് വ്യക്തമാക്കിയത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിട്ടുണ്ടെന്ന ഒരു നിരീക്ഷണം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ആ ഒരു സാഹചര്യം മാത്രമല്ല ഇതൊരു കാര്യം കൂടി പറയുന്നുണ്ട്. വേണമെങ്കിൽ ശങ്കർദാസിന് ജാമ്യാപേക്ഷയുമൊക്കെ തന്നെ എത്താം, അത് പരിഗണിക്കാമെന്ന് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു നടപടിയും അത്തരം നടപടികളിലേക്ക് ശങ്കർദാസ് ഈ ഘട്ടത്തിൽ പോയിട്ടില്ല. അത് അന്വേഷണ സംഘം ശങ്കർദാസുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ നടത്താത്തത് കൊണ്ടാണ്. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് ഈ പരാമർശം നീക്കുന്ന കാര്യത്തിൽ നിലപാട് വ്യക്തമായ സാഹചര്യത്തിൽ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് അടുത്ത നീക്കങ്ങൾ നടത്താനുള്ള സാധ്യത തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ SITക്ക് കൂടുതൽ സമയം ലഭിച്ചിട്ടുണ്ട്. അന്വേഷണ പുരോഗതിയിൽ ഹൈക്കോടതി വലിയ തരത്തിലുള്ള ഒരു സംതൃപ്തി അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം വ്യാപകമാക്കുകയും വിപുലമാക്കുകയും ചെയ്യാനുള്ള നീക്കത്തിലേക്ക് SIT വരുമ്പോൾ ശങ്കർദാസ് കൂടി ഇതിന്റെ അകത്തേക്ക് ഉൾപ്പെടാനുള്ള ഒരു സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. സ്വപ്ന, പ്രശ്നത്താണ് വിവരങ്ങളുമായി ചേർന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കർദാസിന്റെ ഹർജി കൂടി സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദിനും ഷർജിൽ ഇമാമിനും ജാമ്യമില്ല. മറ്റ് 5 പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാറും NV അൻചാരിയും അടങ്ങിയ 2-അംഗ ബെഞ്ചാണ് ഹർജിയിൽ വിധി പറഞ്ഞത്. പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട് എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. കേസിൽ ഉൾപ്പെട്ട എല്ലാവരെയും ഒരുപോലെ കാണാനാകില്ല എന്നും കോടതി പറഞ്ഞു. അതേസമയം കേസിൽ ഉൾപ്പെട്ട ഗുൽഫിഷ ഫാത്തിമ, ഫിഫാഉർ റഹ്മാൻ, മീര ഹൈദർ, മുഹമ്മദ് സലീം ഖാൻ, ഷദാബ് അഹമ്മദ് എന്നിവർക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. 2020 ഫെബ്രുവരിയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിനിടെ ഉണ്ടായ കലാപത്തിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. 5 വർഷമായി വിചാരണയില്ലാതെ ഇവർ തടവിലാണ്. നിയമത്ത് മത്സരിക്കുമോ എന്നതിലെ നിലപാടിൽ U-ടേൺ അടിച്ച മന്ത്രി V ശിവൻകുട്ടി മത്സരിക്കാൻ ഇല്ല എന്നല്ല പറഞ്ഞത്. പറയുമ്പോൾ കൺഫ്യൂഷനായതാണ്. നിയമത്ത് മത്സരിക്കണോ വേണ്ടയോ എന്ന് പാർട്ടി തീരുമാനിക്കും. BJPയുടെ അക്കൗണ്ട് നിയമത്ത് ക്ലോസ് ചെയ്തതാണ്. ഇനി അത് തുറക്കാനാകില്ല. നിയമത്ത് ഇടത് സ്ഥാനാർത്ഥിക്ക് മികച്ച ജയമുണ്ടാകുമെന്നും ശിവൻകുട്ടി പറഞ്ഞു. നിയമത്തേക്ക് ഞാൻ 2 പ്രാവശ്യം ജയിച്ചു, 1 പ്രാവശ്യം പരാജയപ്പെട്ടു, പിന്നെ 3 പ്രാവശ്യമായി. നിയമത്തിൽ ഞാൻ മത്സരിക്കാനില്ല, ഇല്ലെന്നോ ഉണ്ടെന്നോ സ്വന്തമായി പ്രഖ്യാപിക്കാനുള്ള അവകാശം സംഘടനാപരമായും പാർട്ടിപരമായും എനിക്കില്ല. അത് തെറ്റായ ഒരു വാർത്ത അത് പറഞ്ഞതാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. പാർട്ടിയാണ് അതിൽ നിയമത്ത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്.
തിരുവനന്തപുരം മേയറാക്കാമെന്ന് പറഞ്ഞാണ് BJP തന്നെ മത്സരിപ്പിച്ചതെന്ന് ആർ ശ്രീലേഖ. എന്തുകൊണ്ട് തീരുമാനം മാറി എന്നത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേന്ദ്ര സംസ്ഥാന നേതൃത്വം എടുത്ത തീരുമാനം അംഗീകരിക്കുന്നു. അവസാന നിമിഷം മാത്രമാണ് VV രാജേഷിനെ പരിഗണിക്കുന്ന കാര്യം താൻ അറിഞ്ഞതെന്നും നിരാശയോ നീരസമോ ഇല്ല എന്നും ആർ ശ്രീലേഖ പറഞ്ഞു. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്നും ശ്രീലേഖ വ്യക്തമാക്കി. ഞാൻ കോർപ്പറേഷൻ ഇലക്ഷന് മത്സരിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ. അതുകൊണ്ട് ഞാനിവിടെ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി 10 പേർക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നതായിരുന്നു ആദ്യത്തെ കാര്യം. പിന്നെ എന്നെ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ 3 പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവർ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത്, ഒരു BJP പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ, എല്ലാവരും വിജയിപ്പിച്ചെടുക്കണം, അതുപോലെ മേയറായിട്ട് പരിഗണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിങ്ങളിങ്ങനെ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞത് ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്രയും നേരമായി ഒരു പാർട്ടി ജയിച്ചു വന്നു. ഒരു സ്ഥലത്തും എക്കാലവും ഇല്ലാതിരുന്ന ഒരു ചരിത്ര നേട്ടം ഭാരതീയ ജനതാ പാർട്ടി നഗരസഭയിൽ നേടിയെടുത്തു. അതിലൊക്കെയാണ് ഞാനിപ്പം ചാരിതാർത്ഥ്യവും സന്തോഷവും കണ്ടെത്തുന്നത്. ശ്രീലേഖയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട വാർത്ത കാര്യമായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തിരുവനന്തപുരം മേയർ VV രാജേഷ്. ഓൺലൈനുകളിൽ വാർത്ത വന്നതായി കേട്ടുവെന്നും കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ഓൺലൈനിൽ ചില വാർത്തകൾ വന്നു പറഞ്ഞതിലപ്പുറം അത് എൻ്റെ പഠിപ്പിടിമാരോട് ഞാൻ ചോദിച്ചു, അവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ മുതൽ ഫീൽഡിലായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ മുൻ വാർഡ് പൂജപ്പുര വാർഡിലായിരുന്നു. അപ്പോൾ അക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. അങ്ങനെയുള്ള കാര്യത്തിൽ ഞാനൊക്കെ എങ്ങനെയാണ് അഭിപ്രായം പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന വാർത്ത കേട്ടില്ലെന്ന് പറയുമ്പോൾ അലക്സ് വിചാർ ഓരോ അക്ഷരം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീലേഖയായിരുന്നു മുഖം, BJP അവതരിപ്പിച്ച മുഖം. അലക്സ്, ആ ഓൺലൈനിൽ പറയുന്ന വാർത്ത ഞങ്ങൾ കേട്ടില്ല. ആ വാർത്ത കേൾക്കാതെ എങ്ങനെയാണ് ഞാൻ അതിൽ ഓരോ കാര്യങ്ങൾ ഞാൻ ആ വാർത്ത കേട്ടിട്ട് വീണ്ടും നമ്മൾ കാണുമല്ലോ. പാർട്ടിയുടെ സിസ്റ്റം അതാണോ? ഞാൻ പറയുന്നത് നിങ്ങൾ നേരത്തെ മേയറാക്കാമെന്ന് മുൻകൂട്ടി അറിയിച്ചുകൊണ്ടാണോ പാർട്ടി മത്സരരംഗത്ത്? അങ്ങനെ പറയുന്ന ഓൺലൈൻ വാർത്ത ഞാൻ കേട്ടതിന് ശേഷം നമ്മൾ ഇന്നോ നാളെയൊക്കെ തന്നെ വീണ്ടും കാണുമല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല നൽകാൻ KPCC നേതൃക്യാമ്പിൽ തീരുമാനം. മലയോര മേഖലയിൽ വന്യജീവി ശല്യം പ്രധാന ചർച്ചയാക്കും. തെരഞ്ഞെടുപ്പിന് മുൻപ് KPCC പുനഃസംഘടനയുണ്ടാകില്ല. KPCC സെക്രട്ടറിമാരെ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമിച്ചാൽ മതിയെന്നും നേതൃയോഗത്തിൽ ധാരണയായി. ശശി തരൂർ ക്യാമ്പിൽ സജീവമായിട്ടുണ്ട്. വർഷ ചേരുകയാണ്. വിവരങ്ങളുമായി വർഷ. വയനാട്ടിൽ തുടരുന്ന 2 ദിവസത്തെ കോൺഗ്രസിൻ്റെ ദ്വിദിന ക്യാമ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയാനുള്ള ക്യാമ്പാണ്. സുപ്രധാന തീരുമാനങ്ങളൊക്കെ ഇപ്പോൾ ക്യാമ്പിൽ നിന്നും പുറത്തു വരുന്നല്ലോ. അതേ സ്വപ്ന, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസ് അല്ല, UDF തന്നെ വലിയൊരു ആത്മവിശ്വാസത്തിലാണ് ഉള്ളത്. ഇത്തവണ എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് UDF ഉള്ളത്. അക്കാര്യം തന്നെയാണ് ഈ 2 ദിവസങ്ങളിലായി ചേരുന്ന KPCC നേതൃയോഗത്തിലും ചർച്ച ചെയ്യപ്പെട്ടത്. പ്രധാനമായി ചർച്ച ചെയ്ത വിഷയം ഈ എത്ര സീറ്റുകൾ വരെ നേടാൻ കഴിയുമെന്നുള്ളതായിരുന്നു. അതിൽ 85-ലധികം സീറ്റുകൾ UDFന് നേടാൻ കഴിയുമെന്നുള്ളതാണ് KPCC നേതൃയോഗത്തിലുള്ള വിലയിരുത്തൽ. മധ്യ കേരളത്തിലും അതേപോലെ മലബാർ മേഖലയിലും മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. വയനാട്, മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ സമ്പൂർണ്ണ ആധിപത്യം നേടാൻ കഴിയുമെന്നും ക്യാമ്പിലെ സോൺ തിരിച്ചുള്ള ചർച്ചകളിൽ നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് 3 സോണുകളായിട്ടായിരുന്നു ഈ ഒരു വിലയിരുത്തൽ ഉണ്ടായിരുന്നത്. അതിൽ KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരാണ് ഇതിൽ നേതൃത്വം നൽകിയത്. അതേപോലെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ സുനിൽ കനകോലിന്റെ നിർദ്ദേശങ്ങളും ക്യാമ്പിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇങ്ങനെ എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഈ ക്യാമ്പിൽ നിന്ന് ഉയർന്നു വന്ന വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. 85-ലധികം സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് വിശ്വാസം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ജില്ല തിരിച്ച് നേതാക്കളുടെ ഒരു ലീഡർഷിപ്പിലായിരുന്നു പ്രചരണ പരിപാടികളെല്ലാം നടന്നത്. അതേപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾ ഈ നേതൃത്വം നൽകുമെന്നുള്ള കാര്യമാണ് ഈ യോഗത്തിൽ നിന്നും പുറത്തു വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് ജില്ലകളുടെ ചുമതല നൽകാനാണ് ചർച്ചയിൽ തീരുമാനമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ മലയോര മേഖലയിലെല്ലാം, പ്രധാനമായും മലബാർ ഭാഗത്തുള്ള മലയോര മേഖലയിലെല്ലാം ഈ ഒരു വന്യജീവി പ്രശ്നം വലിയ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വന്യജീവി ശല്യം. 5 വർഷത്തിനിടെ നിരവധി പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേപോലെ പലർക്കും വലിയ കൃഷിനാശം ഉണ്ടായി. മലയോര മേഖലയിലെ കർഷകരെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിൽ വന്യജീവി പ്രശ്നം ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന നിർണായക തീരുമാനം കൂടി ഈ ഒരു നേതൃയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ KPCC പുനഃസംഘടനയാണ്. KPCC പുനഃസംഘടനയെ കുറിച്ച് പല കാര്യങ്ങളും ചർച്ചകളും എല്ലാം ഉയർന്നുകൊണ്ടിരുന്നു. എന്നാൽ KPCC സെക്രട്ടറിമാരെ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമിച്ചാൽ മതിയെന്നാണ്
ലേബൽ യോഗത്തിൽ ധാരണയായിട്ടുള്ളത്. ഇങ്ങനെ പല സുപ്രധാന 2 ദിവസത്തെ കോൺഗ്രസിന്റെ ക്യാമ്പ് വയനാട്ടിൽ തുടരുകയാണ്. നിർണായക തീരുമാനങ്ങളാണ് ക്യാമ്പിൽ നിന്നും ഉണ്ടാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണ് ക്യാമ്പിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കാൻ അർഹതയുണ്ട് എന്ന മുസ്ലിം ലീഗ് അക്കാര്യം ചർച്ച ചെയ്യുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. പരമാവധി വോട്ടുകൾ ചേർക്കും. മുന്നണി വിപുലീകരണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി. ഇന്നലെ കോൺഗ്രസ് പറഞ്ഞത് തന്നെയാണല്ലോ അതിൻ്റെ കാര്യം. അത് ആശയപരമായി യോജിപ്പുള്ളവരുമായി മുന്നണി തങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അടിത്തറ വികസിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയെ പോയി ക്ഷണിക്കണം എന്നുള്ളതല്ല. ആ രണ്ടു കൂട്ടർക്കും തോന്നുമ്പോൾ അത് മുന്നണി ചർച്ച ചെയ്യും എന്നതിനർത്ഥം. പുനർജനി കേസിൽ സ്പീക്കർക്ക് റോളില്ലെന്ന എൻ ഷംസീർ. വിജിലൻസിന് ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കാം. സർക്കാർ ആവശ്യപ്പെട്ടാൽ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കുമെന്നും സ്പീക്കർ പറഞ്ഞു. 2018 നടന്ന സംഭവമാണ്. അന്നത്തെ രേഖകൾ പരിശോധിച്ചാലേ കാര്യങ്ങൾ വ്യക്തമാകൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഇതിൽ ഞങ്ങൾക്ക് റോളൊന്നുമില്ല. വിജിലൻസിന് ഡയറക്റ്റ് സ്പീക്കർക്കോ ലെജിസ്ലേച്ചറിനോ റിപ്പോർട്ട് തരാൻ സാധിക്കുന്നില്ല. വിജിലൻസിന് ഗവൺമെൻറ്റിന് കൈമാറാം. ഗവൺമെൻറ് തീരുമാനമെടുത്ത് ഗവൺമെൻറ് ലെജിസ്ലേച്ചറിന് ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ നിയമപരമായ വശങ്ങൾ പരിശോധിച്ച് തീരുമാനമെടുക്കും. ഇല്ല, അത് 2019 മറ്റുമല്ലേ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ രേഖകൾ പരിശോധിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ഇപ്പോൾ അറിയുന്നതല്ല, അത് എൻ്റെ കാലത്തുള്ളതല്ല. അത് സ്വാഭാവികം അതിലെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടി വരും. പുനർജനി കേസിൽ ശുപാർശ രാഷ്ട്രീയ ആയുധമാക്കേണ്ട കാര്യമില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ശബരിമലയിൽ നടന്നതുപോലെയുള്ള കൊള്ളയാണ് പുനർജനി കൊള്ള. 19 കോടി രൂപയുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെതിരെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തില്ല. കരിവാരി തേക്കാനായി ആരും ഒരു റിപ്പോർട്ടും നൽകില്ലെന്നും വി ശിവൻകുട്ടി തൃശ്ശൂരിൽ പറഞ്ഞു. രാജ്യം കടന്നുള്ള സംഭവമായതുകൊണ്ട് ഇത് CBI കൊണ്ട് അന്വേഷണം നടത്തണമെന്നുള്ളതാണ് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം. അതിന് ബന്ധപ്പെട്ടവർ ഭയപ്പെടേണ്ട കാര്യം എന്താ? സമയം താമസിച്ചു എന്നുള്ള നിലയിൽ കാര്യങ്ങൾ എടുക്കേണ്ടത്. അവിടെ എത്രയോ വർഷക്കാലം കഴിഞ്ഞ ശേഷമാണ് ചില കേസുകളെ സംബന്ധിച്ചിടത്തോളം തീരുമാനം ഉണ്ടാവുന്നത്. എന്തായാലും 19 കോടി രൂപ ആ രൂപ ചെലവഴിച്ചതിനെ സംബന്ധിച്ചിടത്തോളം കണക്ക്, അതുപോലെ തന്നെ വിദേശത്തു നിന്ന് ആ പൈസ വാങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ, അതൊക്കെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഞാനങ്ങ് ഒരുപാടങ്ങ് പേടിച്ചുപോയി എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞ് തമാശ പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. NSS നേതൃത്വത്തിനെതിരെ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. മന്നം സമാധിയിൽ പുഷ്പാർച്ചന അനുവദിക്കാത്ത അനുഭവമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതാണ് മന്നത്ത് സ്മാരകമെന്നും ഒരാൾക്ക് മാത്രമാണോ കുത്തക അവകാശമെന്നും ആനന്ദബോസ് ചോദിച്ചു. അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ NSS നേതൃത്വത്തിന്റെ നിലപാടുകളിൽ പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വങ്ങൾ വിമർശനം ഉന്നയിക്കാറുണ്ട്. അതിനേക്കാൾ കടുത്ത വിമർശനമാണ് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നടത്തിയിരിക്കുന്നത്. ഗവർണറായി ചുമതലയേൽക്കുന്നതിന് മുൻപായി പുഷ്പാർച്ചനയ്ക്കെത്തിയപ്പോഴായിരുന്നു അവഗണനയെന്ന് CV ആനന്ദബോസ് പറയുന്നു. മന്നം ജയന്തിയോടനുബന്ധിച്ച് NSS ഡൽഹി ഘടകം സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പശ്ചിമബംഗാൾ ഗവർണർ. ജനറൽ സെക്രട്ടറി നേരിട്ടെത്തി തന്നെ സ്വീകരിച്ചുവെന്നും എന്നാൽ ചായ കുടിച്ച ശേഷം തിരികെ അയക്കുകയാണുണ്ടായതെന്നും ആനന്ദബോസ് പറഞ്ഞു. എല്ലാ നായന്മാർക്കും അവകാശപ്പെട്ടതാണ് മന്നത്ത് സ്മാരകം. ഒരാൾക്ക് മാത്രമാണോ കുത്തക അവകാശമെന്നും അദ്ദേഹം ചോദിച്ചു. ഞാനവിടെ ചെന്നു. അദ്ദേഹം എൻ്റെ കാറിൻ്റെ അടുത്ത് വന്ന് കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് സ്വീകരിച്ചു. എനിക്ക് ചായ തന്നു, എന്നോട് സംസാരിച്ചു. കാറിൽ കയറി തിരികെ അയക്കുകയും ചെയ്തു. സമാധിയിൽ പുഷ്പാർച്ചന നടത്തുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ എനിക്ക് സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അവകാശമില്ലേ? ഈ നായർ സമുദായത്തിൽ പിറന്ന ഓരോരുത്തരും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും മന്നത്താചാര്യൻ്റെ സമാധിയിൽ പോയി പുഷ്പാർച്ചന നടത്തേണ്ടതല്ലേ? നമ്മുടെ അവകാശമല്ലേ? അത് കാരണവന്മാരെ ബഹുമാനിക്കുക. ഇത് ആർക്കെങ്കിലും ഒരാൾക്ക് മാത്രം കുത്തക അവകാശമാണോ? താനൊരു കരയോഗം നായരാണെന്ന് പറഞ്ഞ CV ആനന്ദബോസ് സമുദായത്തിന്റെ പേരിലാണ് തനിക്ക് പദവി ലഭിച്ചതെന്നും പറയുന്നുണ്ട്. ഗേറ്റ് കീപ്പറെ കാണാനല്ല ആരും പെരുന്നയിലെത്തുന്നത്. ഡൽഹിയിൽ മന്നത്തിന്റെ സ്മാരകം നിർമ്മിക്കണമെന്ന് CV ആനന്ദബോസ് ഡൽഹി ഘടകത്തോട് ആവശ്യപ്പെട്ടു. ഈ കാവൽക്കാര് ഒരു കാര്യം ഓർക്കണം, ഗേറ്റ് കീപ്പേഴ്സ്, അവരെ കാണാനല്ല ജനങ്ങൾ വരുന്നത്. ഞാൻ പിന്നെ വരുന്ന NSSൽ പോകുന്നത് ഇപ്പോഴുള്ളവരെ കാണാനല്ല, അവരെ ബഹുമാനിക്കുന്ന സത്യമാണ്. പക്ഷേ മന്നത്താചാര്യന് ആദരവർപ്പിക്കാനാണ്. ഡൽഹിയിൽ മന്നം സ്മാരകം നിർമ്മിക്കാൻ 1 മാസത്തെ ശമ്പളം സംഭാവന നൽകുമെന്നും ബംഗാൾ ഗവർണർ അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
അതേസമയം പെരുന്നയിലെ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി ലഭിച്ചില്ല എന്ന പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിന്റെ ആരോപണം തള്ളി NSS. ആനന്ദബോസ് പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ പറഞ്ഞു. ആനന്ദബോസ് പെരുന്നയിൽ വന്ന് തന്നെ കണ്ടിരുന്നുവെന്നും എന്നാൽ പുഷ്പാർച്ചന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ പുഷ്പാർച്ചന നടത്താൻ അവസരമൊരുക്കുമായിരുന്നു. NSSുമായി ആലോചിക്കാതെയാണ് സി വി ആനന്ദബോസിന്റെ പ്രതികരണമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സുമയ്യ സർക്കാരിനെതിരെ കോടതിയിലേക്ക്. നാളെ വഞ്ചിയൂർ ജില്ലാ സെഷൻസ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യും. ചികിത്സാ പിഴവിൽ ഡോക്ടർ രാജീവ് കുമാർ, ആശുപത്രി അധികൃതർ, സർക്കാർ, ആരോഗ്യവകുപ്പ് എന്നിവരെ പ്രതിചേർത്തായിരിക്കും കേസ്. 1 കോടി രൂപ നഷ്ടപരിഹാരം ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകുക. വഞ്ചിയൂർ പെർമനന്റ് ലോക് അദാലത്തിലാണ് കേസ് ഫയൽ ചെയ്യുക. തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്കിടെ സുമയ്യയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ കീഹോൾ വഴി പുറത്തെടുക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരുന്നു. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്ത രോഗികൾ മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്ത പോലീസ്. ഹരിപ്പാട് സ്വദേശി രാമചന്ദ്രന്റെ ബന്ധുക്കളുടെ പരാതിയിലാണ് ചികിത്സാ പിഴവിന് കേസെടുത്തത്. ഞായറാഴ്ചയാണ് ഹരിപ്പാട് പോലീസിന് ഇത് സംബന്ധിച്ചു പരാതി ലഭിച്ചത്. ആശുപത്രി സൂപ്രണ്ട്, ഡയാലിസിസ് യൂണിറ്റിലെ ജീവനക്കാർ എന്നിവരെ പ്രതികളാക്കിയാണ് കേസ്. വിശദമായ അന്വേഷണം നടത്താൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. ബോർഡിന്റെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. ബോർഡ് രൂപവത്കരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ DMOയ്ക്ക് കത്ത് നൽകും. ഇതനുസരിച്ച് DMOയാണ് നടപടിയെടുക്കുന്നത്. നിയമവിദഗ്ധരും കൂടി ഉൾപ്പെടുന്ന ഈ ബോർഡ് ചികിത്സാ പിഴവ് സ്ഥിരീകരിച്ചാൽ മാത്രമേ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കൂ. തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരെ നടപടിയെടുക്കാൻ ബാർ കൗൺസിൽ. ആന്റണി രാജുവിനെതിരെ സ്വമേധയാ കേസെടുക്കാനുള്ള തീരുമാനത്തിലാണ് ബാർ കൗൺസിൽ. അഭിഭാഷക ജോലിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം. അടുത്ത ബാർ കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുക്കും. ബാർ കൗൺസിൽ അച്ചടക്ക സമിതിയോട് തുടർ നടപടിക്ക് നിർദ്ദേശിക്കും. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചത് അതീവ ഗുരുതരമാണെന്നും ആന്റണി രാജുവിന്റെ നടപടി നാണക്കേടുണ്ടാക്കിയെന്നും ബാർ കൗൺസിൽ ഭാരവാഹികൾ പ്രതികരിച്ചു. ശബരിമലയിൽ ഇന്നും വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നടപ്പന്തലും ഫ്ലൈ ഓവറിലുമൊക്കെയായി നിറഞ്ഞ ദർശനത്തിന് തീർത്ഥാടകർ കാത്തു നിൽക്കുകയാണ്. മകരവിളക്ക് ഉത്സവത്തിനായി നട തുറന്നതു മുതൽ അനുഭവപ്പെടുന്ന തിരക്ക് ശബരിമലയിൽ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 99,149 ഭക്തരാണ് ശബരിമലയിൽ എത്തിയത്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഒരുക്കങ്ങളും ശബരിമലയിൽ ആരംഭിച്ചു. ഗതാഗത ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ അവലോകന യോഗം ചേർന്നു. മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിന് 900 ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചു. ആവശ്യമെങ്കിൽ 100 ബസ്സുകൾ കൂടി അനുവദിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ജനുവരി 14-നാണ് മകരവിളക്ക്. മകരവിളക്ക് ഉത്സവത്തിനായി ജനുവരി 12-ന് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തു നിന്നും പുറപ്പെട്ട് ജനുവരി 14-ന് മകരസംക്രമ നാളിൽ വൈകിട്ട് സന്നിധാനത്തെത്തും. തുടർന്ന് തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമെട്ടിൽ മകരജ്യോതി തെളിയും. ജനുവരി 19 വരെയാണ് ഭക്തർക്ക് ദർശനം. ജനുവരി 20-ന് പന്തളം രാജപ്രതിനിധി ആചാരപരമായ ദർശനം നടത്തി മടങ്ങുന്നതോടെ നടയടയ്ക്കും. വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യ അസിലിയ ഫ്ലോറസിനെയും പിടികൂടിയതിന് പിന്നാലെ മെക്സിക്കോ, ക്യൂബ, കൊളംബിയ എന്നീ രാജ്യങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ലഹരി ഭീകരതയ്ക്കെതിരെ രാജ്യം ശക്തമായ നടപടിയെടുക്കുമെന്നാണ് ട്രംപിന്റെ താക്കീത്. മെക്സിക്കോയ്ക്കും ക്യൂബയ്ക്കും മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ ട്രംപ് കൈമാറി. പരാജയത്തിലേക്ക് നീങ്ങുന്ന രാജ്യമാണ് ക്യൂബ. അവിടുത്തെ ജനങ്ങളെ സഹായിക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു. പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിനായി രാജ്യം സജ്ജമായിരിക്കാനും ട്രംപ് ആവശ്യപ്പെട്ടു. മെക്സിക്കോയിലെ മയക്കുമരുന്ന് മാഫിയകളെ തുരത്താൻ US സഹായം വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അവർ അത് നിരസിച്ചുവെന്നും മയക്കുമരുന്ന് വിതരണ ശൃംഖലകൾക്കെതിരെ US നടപടിയുണ്ടാകുമെന്നും ട്രംപ് അറിയിച്ചു. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോയ്ക്ക് ചുരുങ്ങിയത് 3 പ്രധാന കൊക്കെയിൻ ഫാക്ടറികളെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ ട്രംപ് കൊക്കെയിൻ നിർമ്മിച്ച് ഗുസ്താവോയുടെ നേതൃത്വത്തിൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണെന്നും ജാഗ്രത പാലിക്കണമെന്നും കൂട്ടിച്ചേർത്തു. അമേരിക്ക തടവിലാക്കിയ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും കോടതിയിൽ ഇന്ന് ഹാജരാക്കും. US ഫെഡറൽ സർക്കാർ 15 വർഷമായി തുടരുന്ന ക്രിമിനൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് നടപടിക്രമങ്ങൾ തുടങ്ങുക. 6 കേസുകളിൽ മഡൂറോ പ്രതിയാണ്.
രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ പരാതിക്കാരി തനിക്കെതിരെ വീണ്ടും പരാതി നൽകിയിട്ടില്ല എന്നും പരാതിയിലും തട്ടിപ്പ് കാണിച്ചാൽ എന്തു ചെയ്യുമെന്നും രാഹുൽ ഈശ്വർ. തനിക്കെതിരെ വീണ്ടും പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് സൈബർ പോലീസ് പറഞ്ഞത്. താൻ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടില്ല. പരാതിക്കാരിയെ അതിജീവിതയെന്ന് വിളിക്കുന്നത് തെറ്റാണെന്നും കോടതി പോലും അതിജീവിതയെന്ന് പറയുന്നില്ല എന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. യുവതിക്കെതിരെ സൈബർ പോലീസിൽ പരാതി നൽകി കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനലിൽ പ്രതീക്ഷ നിലനിർത്താൻ നിർണായക ഇടപെടലുമായി ടെസ്റ്റ് ടീം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന 2 ടെസ്റ്റ് പരമ്പരയിൽ സമ്പൂർണ്ണ തോൽവി വഴങ്ങിയതോടെ ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ പ്രതീക്ഷകൾ മങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ഓരോ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപും ടീമിന് 15 ദിവസത്തെ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് ഗിൽ BCCIയോട് ആവശ്യപ്പെട്ടുവെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഓരോ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപും ടീമിന് മികച്ച തയ്യാറെടുപ്പ് ആവശ്യമാണെന്ന് ഗിൽ സെലക്ടർമാരുമായും BCCI പ്രതിനിധികളുമായും നടത്തിയ അനൗപചാരിക ചർച്ചകളിൽ വ്യക്തമാക്കിയെന്നാണ് സൂചന. റിപ്പോർട്ടോട് ഉച്ചവാർത്ത പൂർത്തിയാകുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.